the world, says Malala. ജൂൺ 19 വായനാ ദിനം. മലയാളിയെ അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും പുതിയ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ശ്രീ പി.എൻ. പണിക്കരുടെ ഓർമ്മ ദിനമാണ് വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പി.എൻ. പണിക്കർ. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. പൂഷകരെ ഞങ്ങളുടെ കൂട്ടുകാരാണ്. അറിവിന്റെ നിധികളാണ് പുസ്തകങ്ങൾ. വായന നമ്മെ അറിവിന് ഉറവിടമാക്കി മാറ്റുന്നു. എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്? വരികൾക്കിടയിൽ വായിക്കുക, വാക്കുകൾക്കിടയിൽ വായിക്കുക, വായിച്ചത് മനസ്സിലിട്ട് വിസ്തരിക്കുക. Building activity, the laboratory is the mandatory quality of reading. It enhances knowledge, concentration and confidence. So reading is very important in our life. We should read books in our daily life. Reading improves your communication skills. Read and enjoy the air of knowledge. The more you read, the more wise you become. You will be recognized and appreciated. Reading is the important habit. But today's people don't know the importance of reading. Read activity not only storybook cartoons but also newspaper and magazine. Reading books make us calm. പുസ്തകങ്ങളിലൂടെ വളരാത്തവൻ ഒരു മൃഗമാണെന്നാണ് പ്രശസ്തനായ ഷേക്സ്പിയർ പറയുന്നത്. ഞങ്ങളെ നമ്മൾ സ്നേഹിക്കണം. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. നമുക്കും ആ വെളിച്ചം കണ്ടുകൊണ്ട് തന്നെ വളരാം. നമ്മുടെ ശരീരത്തിന് വ്യായാമം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് മനസ്സിനും ടെക്നോളജി ആവശ്യമാണെങ്കിലും അറിവിന് വായന കൂടുകയേ തീരൂ. Read and enjoy the world of knowledge. Thank you. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ശ്രേയ എസ്. 12ാം ക്ലാസ് മാർക്കിടാൻ മാർഗരേഖയായി. CBSE ICSE ഫോർമുല അംഗീകരിച്ച് സുപ്രീം കോടതി. പാട്ടിന്റെ മയിൽ മറഞ്ഞു, തൂമണി പീലി തന്ന് എസ് രമേശൻ നായർ അന്തരിച്ചു. വാക്സിൻ സ്റ്റോക്കില്ല, വാക്സിനേഷൻ നിർത്തിവെച്ചു. നിലവിൽ സ്ലോട്ട് ലഭിച്ചവർക്ക് പുതിയ തീയതിയും സമയവും ലഭിക്കും. കൂടുതൽ സർവീസുകളുമായി KSRTC. വാർത്തകൾ വിശദമായി. CBSE 12ാം ക്ലാസ് ഫലം ജൂലൈ 31 ജൂൺ 19 വായനാ ദിനമാണ്. കേരളമെങ്ങും പടർന്നു പന്തലിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കായി ജീവിതം ഉഴിഞ്ഞുവെച്ച പി.എൻ. പണിക്കരുടെ ചരമവാർഷിക ദിനം. രാജ്യത്ത് പുതുതായി 62,480 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മരണം 1,587 ആയി. സംസ്ഥാനത്തെ ലോക്ക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും ശനി ഞായർ ഫുൾ ലോക്ക്ഡൌൺ ആയിരിക്കും. ആലപ്പുഴ ശുദ്ധജല പദ്ധതി പൈപ്പ് പൊട്ടൽ, അറ്റകുറ്റപ്പണി തുടങ്ങി. പമ്പിംഗ് ഇന്നു രാത്രിയോടെ. സംസ്ഥാന പാതയിൽ തകഴി KCB ഓഫീസിന് സമീപം ആലപ്പുഴ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയെ പരിഹരിക്കാനുള്ള ജോലി തുടങ്ങി. സ്പോർട്സ്. ആരുയർത്തും ആദ്യ കിരീടം. പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഇന്നു മുതൽ. ന്യൂസിലാൻഡ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ ആദ്യ ദിനം മഴ മൂലം ഉപേക്ഷിച്ചു. തുടർച്ചയായ 2 ജയങ്ങളുമായി പോളണ്ടും ബെൽജിയവും യൂറോ കപ്പ് ഫുട്ബോളിന്റെ പ്രീ ക്വാർട്ടർ കടന്നു. നന്ദി, നമസ്കാരം. ഒരു ദിവസം തന്റെ മുടി മുറിക്കണമെന്ന ആവശ്യമായി അംബേദ്കർ ഒരു ക്ഷുരകനെ സമീപിച്ചു. കുട്ടി ഐക്യജാതിക്കാരനാണെന്നറിഞ്ഞ് ക്ഷുരകൻ കുട്ടിയെ അവിടെ നിന്നും അടിച്ചോടിച്ചു. മഹാർ ജാതിക്കാരുടെ മുടി വെട്ടാൻ ക്ഷുരകന്മാർ തയ്യാറാകാത്ത ഒരു കാലഘട്ടം ഭാരതത്തിൽ ഉണ്ടായിരുന്നുവെന്ന കാര്യം ഓർക്കുക. പിന്നെ എങ്ങനെയാണ് അംബേദ്കർ മുടി വെട്ടിയത്? സ്വന്തം സഹോദരിമാരാണ് അംബേദ്കറുടെ മുടി വെട്ടിക്കൊടുത്തിരുന്നത്. അലക്കുകാരും മഹാർ ജാതിക്കാരുടെ തുണികൾ അലക്കുമായിരുന്നില്ല. വസ്ത്രങ്ങൾ സ്വയം കഴുകേണ്ടതായി വന്നു. അംബേദ്കർ എന്ന കുട്ടിക്ക് സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം അനീതികളിൽ പൊരുൾ മനസ്സിലായില്ല. പലപ്പോഴും ആചാരങ്ങളെ ലംഘിക്കാൻ തയ്യാറായി. അപ്പോഴെല്ലാം വീട്ടുകാർ കുട്ടിയെ ശകാരിക്കുമായിരുന്നു. Maggie even wrote about it that night her diary. On the page header, 17 May 2015
poem she wrote today Tommy found a real book. It was a very old book. Margie's grandfather once said that when he was a little boy, his grandfather told him that there was a time when all stories were printed on paper. They turned the pages when I'm yellow and green, and it was awfully funny to read words that stood still instead of moving the way they were supposed to on a screen we know. ഇന്ന് ഞാനിവിടെ അക്കിത്തത്തിന്റെ പരമദുഃഖം എന്ന കവിതയാണ് ചൊല്ലാൻ പോകുന്നത്. ഇന്നലെ പാതിരാവിൽ ചിന്നിയ പൂനിലാവിൽ എന്നെയും മറന്നു ഞാൻ അലിഞ്ഞു നിൽക്കെ, താനെ ഞാൻ ഉറക്കെ പൊട്ടിക്കരഞ്ഞുപോയി, താരകാവ്യൂഹം പെട്ടെന്നുലഞ്ഞുപോയി. കാരണം ചോദിച്ചില്ല പാതിരാക്കിളി പോലും, കാറ്റൻ വിയർപ്പു തുള്ളി തുടച്ചുമില്ല. I'm Josmi Joseph, class 10. I'm going to review the book that I have read. The name of the book is David Copperfield. David Copperfield is probably the most autobiographical novel by Charles John Huffam Dickens. He was an English writer and social critic. He created some of the world's best non-fictional characters and is regarded by many as the greatest novelist of the Victoria era. David Copperfield traces the life of David from a happy early childhood through a miserable span of growth. Along the way, he meets a memorable cast of characters, some selfish, hatred, others kind and loving. The main characters are molded closely to the Dickens' life, especially since his hero finds later success as a writer. The story is published as a serial in 1849 and 1850, and as a book in 1815. Copperfield's father dies before he is born, and his mother later remarries the frightful Mr. Murdstone, whose sister soon moves into their house. Copperfield is sent away to boarding school after he beat Murdstone when he was undergoing a beating. At the boarding school, he becomes friends with James Steerforth and Tommy Triddles. Copperfield does not complete his education because his mother dies and he is sent to work at a factory. There he boards with Micawber family. At the factory, Copperfield experiences the hardship of the industrial urban poor until he escapes and works to Dover to find his aunt, who adopts him. After finishing school, he goes to London to seek a career and reconnects with Steerforth, introducing him to his adoptive family. Around this time, he falls in love with young Dora, the daughter of a renowned solicitor. He is reunited with Traddles, who also is boarding with the Micawbers, bringing the delightful but economically useless character back into the story. In the time, Dora's father dies, and she and David marry. Money is tight, however, and Copperfield takes up various jobs to make ends meet, including writing fiction. Copperfield can't savor this triumph because Dora has become ill after losing a child. She dies following a long illness, and David travels abroad for many months. While he is traveling, he realizes that he is in love with his old friend Agnes, Mr. Wickfield's daughter. David returns home to marry her and becomes successful writing fiction. David's life filled with love with his wife Agnes and their 3 children.